ഷേഖുന السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ മഹാന്മാരായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ സ്വീകരിച്ച, ഖബൂൽ ചെയ്ത മജ്ലിസ് ആക്കട്ടെ. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിലെ സംസ്ഥാന കമ്മിറ്റി നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള ആദർശ സമ്മേളനം കോഴിക്കോട് നടന്നു കഴിഞ്ഞു. ഇന്ന് ഇവിടെ നടക്കുന്നു. 27-ാം തീയതി കണ്ണൂരിൽ നടക്കുന്നു. അങ്ങനെ പലയിടങ്ങളിലും അത് നടന്നു വരികയാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ വന്യരായ ഉസ്താദിൽ നിന്ന് നാം കേട്ടുകഴിഞ്ഞു. അതിൽ പ്രധാനമായി നമ്മളോട് പറഞ്ഞ ഒരു സംഗതി, അതാണ് ഒറ്റവാക്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നാം അവരെ ശത്രുക്കൾ ആക്കിയതല്ല, അവർ തന്നെ മുഖ്യ ശത്രു നമ്മളാണെന്ന് പറയുമ്പോൾ അവർ പിന്നെ നമ്മുടെയും ശത്രുക്കൾ തന്നെ. മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമിയോ ഖാദിയാനിയോ അതൊന്നും മുഖ്യ ശത്രുവല്ല. മുഖ്യ ശത്രു കാന്തപുരം സുന്നികളാണെന്ന് പച്ചയിൽ പറഞ്ഞ ആ കൂട്ടം. അവർ നടത്തുന്ന പരിപാടികൾ കേൾക്കാൻ വേണ്ടി ഒരു സുന്നിയായ മനുഷ്യൻ പോകാൻ പാടില്ല. അത് തക്ബീറല്ലോണ്ട് കാര്യമില്ല. നിങ്ങൾ തക്ബീറെല്ലാം പറഞ്ഞല്ല, പോകാൻ പാടില്ല. അത് കേൾക്കുന്നത് തെറ്റാണ്. നമ്മുടെ വിശ്വാസം തകരാറാകുന്നതിന് പുറമെ അവരുടെ കൂടെ കുറെ ആളുകളുണ്ടെന്ന് മറ്റുള്ളവർ ധരിക്കാൻ കാരണമാകും. യഥാർത്ഥത്തിൽ നമ്മൾ അവിടത്തേക്ക് പോകാതിരുന്നാൽ അത് പൊള്ളയാണ്. അവിടെ 4 ആളെ ആദ്യം തന്നെ ഉള്ളൂ. ആ ഉള്ള 4 ആളെ നമ്മൾ പോകുന്ന 4 ആളാണ്. അതുകൊണ്ട് അത് കേൾക്കാൻ പോകാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളെ വളരെ ഗൗരവത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരെന്താ പറഞ്ഞ എന്താ അറിയാൻ വേണ്ടിയിട്ട്, ഓലെന്താ പറയാൻ നമുക്ക് അറിഞ്ഞൂടെ? വേറെന്താ അവർക്ക് പറയാൻ നിശ്ചയുള്ളത്? വേറെ ഒന്നും പറയാൻ നിശ്ചയില്ലാത്ത കൂട്ടർക്ക് പറയാൻ നിശ്ചയുള്ളത് ഇതേ ഉള്ളൂ. അതുകൊണ്ട് അത് കേൾക്കാൻ പോകുന്നവർ ആയിക്കൂടെ നാം കുറ്റക്കാരായി പോകും. കാരണം അവർ പറയുന്ന വലിയ 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 കുറ്റങ്ങൾ, അതിന് നാം സാക്ഷിയായി കൊടുക്കണം. നാം അത് കേട്ടുകൊടുക്കണം. ഒരിക്കലും പാടില്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഉസ്താദ് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. ഞാനിവിടെ പ്രസംഗിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പേരോടിന്റെ പ്രസംഗമാണ് നാമൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. മാത്രമല്ല, ഞാനത് 10 ദിവസമായി ഇവിടെ ഉണ്ടായിരുന്നില്ല. അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി എന്ന് നാം പഠിച്ചിട്ടുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ കിതാബ്
സഹീഹുൽ ബുഖാരിയാണ്. ആ സഹീഹുൽ ബുഖാരിയുടെ രചയിതാവായ മഹാനായ ഇമാം ബുഖാരി തങ്ങളെ അരികിലൊന്ന് പോകണമെന്ന് വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ നേരത്തൊരു യാത്ര പോയപ്പോൾ അന്ന് എന്റെ മാതാവ് സുഖമില്ലാതെ കിടക്കുന്നതുകൊണ്ട് എനിക്കൊന്ന് പോകാൻ കഴിഞ്ഞില്ല. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഇപ്പോ ഒരു 10 ദിവസം പോയി. ഇന്ന് ഉച്ചക്ക് 2:15 നെടുമ്പാശ്ശേരിയിൽ പ്ലെയിൻ ഇറങ്ങി അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരിക. ഒന്ന് കുളിച്ചിട്ട് പോലും ഇല്ല, ഡ്രസ്സൊന്ന് മാറിയെന്ന് മാത്രം. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു വലിയ പ്രസംഗം നടത്താൻ ഇപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് സാധ്യവുമല്ല. ഏതായിരുന്നാലും അവിടെ പോയപ്പോൾ നമ്മുടെ ഈമാൻ വളരെ വളരെ കൂടാൻ കാരണമായി. എന്തുകൊണ്ട്? സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യവും അതിന്റെ അടിത്തറയും അടിവേരും ഏതാൾക്കും അവിടെ ചെന്നാൽ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അവരെ കയ്യിൽ ഇന്ന് ദീനില്ല എന്നത് മറ്റൊരു വിഷയമാണ്. അത് വലിയ സംഭവവും ചരിത്രവുമാണ്. 10-70 വർഷങ്ങളായി ആ രാജ്യങ്ങളിൽ പരസ്യമായ ബാങ്ക് വിളിയില്ല. അതുപോലെ ജുമാ ജമാഅത്തുകൾ എല്ലാ പള്ളികളിലും നടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്ന ആ കൂട്ടർ അങ്ങനെ 10-70 കൊല്ലം കഴിഞ്ഞു പോയിട്ടും അവരുടെ നേരത്തെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അവരിൽ നിന്ന് പോയിട്ടില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം, അതേപോലെ ബഹുമാനപ്പെട്ട ഇമാം തിർമിദി തങ്ങളുടെ മഖാം, ധാരാളം മഹാന്മാരുടെ മഖാമുകൾ അവിടെയുണ്ട്. അബുൽ ഹസൻ അൽ അസ്അരി തങ്ങളെ കൂടാതെ സുന്നത്ത് ജമാഅത്തിന്റെ രണ്ടാമത്തെ ഇമാമായി നമ്മൾ പറയുന്ന അബൂ മൻസൂരിൽ മാത്തുരീദി മഹാനവറുകൾ അവിടെ ഉണ്ട്. ഖഫാലു ശാസി എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ ഖഫാലുൽ കബീർ മഹാനവറുകൾ അവിടെയാണുള്ളത്. അതേപോലെ തന്നെ ഹക്കീം തിർമിദി എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹദ്ദിസും സൂഫിയുമായ മഹാൻ, അവരുടെയും മക്ബർ അവിടെയാണ്. മഹാനായ നഖ്ശബന്ദി ത്വരീഖത്തിന്റെ ഇമാം കൂടിയായ ബഹുമാനപ്പെട്ട ഇമാം നഖ്ശബന്ദി തങ്ങൾ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നിരവധി മഹത്തുക്കൾ അവിടെയുണ്ട്. ആ രാജ്യത്ത് ചെല്ലുമ്പോൾ അവരുടെ മക്കാമുകൾ കണ്ടാൽ, ജാറങ്ങൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. വസ്ത്രമിട്ട് മൂടിക്കൊണ്ടുള്ള ഈ ജാറങ്ങൾ കേരളമല്ലാത്ത രാജ്യത്തിൽ കാണില്ല എന്ന് പറയുന്ന വഹാബികൾക്ക്, അല്ലെങ്കിൽ വഹാബികൾ പറയുന്നിടത്ത് കുറച്ചൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയവരുണ്ടായിരുന്നു. അവരും എന്നോട് പറഞ്ഞു, ഞമ്മക്ക് സുന്നത്ത് ജമാഅത്ത് അതാണ് ഹക്ക് എന്ന് ഉറപ്പായി ഉസ്താദേ. കാരണം നൂറ്റാണ്ടുകളുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് പോവുകയാണ്, സൗകര്യം ചെയ്തു. കാസർഗോഡ് പോകേണ്ടത് കൊണ്ട് ഉസ്താദ് പെട്ടെന്ന് പോവാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അവരൊക്കെ ആ കഴിഞ്ഞുപോയ കാലങ്ങളിൽ അവരുടെ തൊട്ടടുത്ത കാലഘട്ടത്തിൽ തന്നെ സ്ഥാപിതമായിട്ടുള്ള, ഏത് കാലങ്ങളിലാണ് ഇവർക്ക് വഫാത്തായത്? ഹിജറ 1000 മുമ്പ് വഫാത്തായവരാണ് ഈ പറഞ്ഞവരിൽ മിക്കാളുകൾ. അത്രയും പുരാതനമായ അവിടുത്തെ ജാറങ്ങൾ, ആ മക്കാമുകൾ, അതിന്റെ ഗാംഭീര്യവും അവിടെ ചെന്നാൽ നമുക്കുണ്ടാകുന്ന മനസ്സിൽ എന്തൊന്നുമില്ലാത്ത ആ ഭക്തിയും ഭയവും ഒക്കെ അവിടുന്ന് ബോധ്യപ്പെടും. ആ ഇസ്ലാമിന്റെ, ആ രാജ്യത്തിന്റെ ഇസ്ലാമിന്റെ പാരമ്പര്യമാണ് അത് കുറിക്കുന്നത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പലരുടെയും ആവശ്യപ്രകാരം സഹീഹുൽ ബുഖാരിയുടെ ആദ്യത്തെ ഹദീസ് ഭാഗം ഒരു ബറക്കത്തിന് വേണ്ടി ഇവിടെ വെച്ച് ദർശനം നടത്തണമെന്ന് പറഞ്ഞപ്പോ വിനീതനായ ഞാൻ അതവിടെ വെച്ച് നടത്തുകയും ചെയ്തു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ.
ആ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം തന്നെ നോക്കുമ്പോൾ എത്രമാത്രം അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദിന് നേരെ വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ അത് ഉസ്താദിന്റെ മാത്രമുള്ളതല്ല. മുമ്പ് കഴിഞ്ഞു പോയ എല്ലാവരെ സംബന്ധിച്ചും അങ്ങനെയുള്ള പല തരത്തിലുള്ള ആരോപണങ്ങൾ അതത് കാലഘട്ടങ്ങളിലെ ശത്രു പക്ഷത്തു നിന്നുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം അന്ന് മുഅ്തസിലത്ത് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. മുഅ്തസില വിഭാഗത്തിന്റെ പല വാദങ്ങളിൽ ഒരു വാദമാണ് പരിശുദ്ധ ഖുർആൻ അത് മഖ്ലൂഖാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അന്ന് അവർക്കെതിരിൽ വളരെ വ്യക്തമായി പരസ്യമായി നിന്ന മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി തങ്ങളുടെ മശായിഖിൽപ്പെട്ട ആളും കൂടിയാണ്. ആ മഹാനവരോട് പറഞ്ഞു, അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണ്, അത് അല്ലാഹുവിന്റെ ഗുണങ്ങളിൽപ്പെട്ട ഒരു ഗുണമാണ്. അവന്റെ കലാം അത് ഗൈറു മഖ്ലൂഖ്, അത് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ പക്ഷത്തായിരുന്നു. അവിടെയാണ് ഉറച്ചു നിന്നതും. ആ ഇമാം ബുഖാരിയെ സംബന്ധിച്ച് പോലും മുഅ്തസിലത്ത് പറഞ്ഞുണ്ടാക്കി ഇമാം ബുഖാരി ഞങ്ങളെ പക്ഷക്കാരനാണ്. പരിശുദ്ധ ഖുർആൻ മഖ്ലൂഖാണ് എന്ന് പറയുന്ന ആളാണ് ഇമാം ബുഖാരി എന്ന് മറ്റുള്ളവരിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ ചരിത്രം നാം കാണുകയാണ്. അപ്പോഴാണ് ഇമാം ബുഖാരി തങ്ങൾ എന്റെ നിലപാട് നിങ്ങളല്ല പറയേണ്ടത്, എന്റെ നിലപാട് ഞാൻ പറയും. അങ്ങനെയാണ് ഇമാം ബുഖാരി തങ്ങൾ ഈ വിഷയത്തിൽ സ്വന്തം ഒരു ഗ്രന്ഥമെഴുതി. അതാണ് ഖൽഖുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം ബുഖാരി തങ്ങളുടെ ഒരു ചെറിയ ഗ്രന്ഥം. അപ്പോ അണികളിൽ ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി തങ്ങളെ പാർട്ടി വലുതാക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇന്ന് മാത്രമല്ല എല്ലാ കാലഘട്ടങ്ങളിലും കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. സമസ്ത ഇലമിയത്തിൽ നമുക്ക് രൂപം കൊടുത്തപ്പോൾ അതിന്റെ സാരഥ്യം വഹിച്ചിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അന്നത്തെ എ പി ഉസ്താദ് അവരായിരുന്നു, എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ആ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരെ സംബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞു. സിന കൊണ്ടുള്ള ആരോപണം നടന്നില്ലേ? ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് ആരോപിക്കാൻ ഞാൻ ബാക്കിയില്ല. ഞാൻ ഇപ്പൊ നാളെ വെറുതെ അങ്ങനെ ഇരിക്കുമ്പോ സുബൈൽ മുബിഖാത്തിൽ വല്ലതും ബാക്കിയുണ്ടോ നോക്കി. അപ്പൊ നോക്കുമ്പോ ഒന്നും ബാക്കിയില്ല, ഒക്കെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞതാണ്. ഏറ്റവും വലിയ കുറ്റങ്ങളായി പറയുന്ന 7 കുറ്റങ്ങൾ. ആ 7 കുറ്റങ്ങളൊക്കെയും ഉസ്താദിന്റെ മേലിൽ പറഞ്ഞു വെച്ചു, കിട്ടിയെന്ന് മാത്രമല്ല അതിന് ഓരോരുത്തരും സാക്ഷി. ഞാൻ സാക്ഷിയാണ്. ഉസ്താദ് സാരിബുൽ ഹംറ കള്ളുകുടിയനാണ്. ഞാൻ കുറെ കാലം ഖിദ്മ ചെയ്തിരുന്നു. അന്നൊക്കെ കള്ള് ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നത്. നോക്ക് നിങ്ങള്. ഉസ്താദ് കൊലയാളിയാണ്, വ്യഭിചാരിയാണ്. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ആക്ഷേപങ്ങൾ. അപ്പൊ ഈ ആക്ഷേപങ്ങളൊക്കെ പറയാൻ നമുക്ക് കാലയെക്കുട്ടി അറിയുന്നത് കൊണ്ട് പിന്നെ എന്താ ഞാൻ അവര് പറഞ്ഞെന്ന് കേൾക്കാൻ പോണ്ട ആവശ്യമില്ല എന്നപ്പോ ഞാൻ പറയുന്നത്. അവര് അതിന്റെ മേലെയും പറയും. ഒരു കാര്യം ഇപ്പൊ ഉറപ്പാണ്, അവര് എത്ര കാലമായോ ഇതുപോലെയുള്ള പണി തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ അവർ ഓരോ പണി ഉണ്ടാക്കുമ്പോഴും അതിന്റെ ഇരട്ടി സുന്നത്ത് ജമാഅത്ത് വളരുകയല്ലാതെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഖദറും ഉയരുകയല്ലാതെ ഒരു ഇഞ്ച് കുറക്കാൻ അവർക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഇസ്സത്ത് കൊടുത്താൽ ബാക്കി എല്ലാരും കൂടി ദില്ലത്തിലാക്കിക്കൊണ്ട് ദില്ലത്താവൂല. അല്ലാഹു തആല ഒരാൾക്ക് ദില്ലത്ത് കൊടുത്താൽ എല്ലാവരും കൂടി അയാൾ അസീസാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്സത്ത് അയാൾക്ക് കിട്ടില്ല. ഇത് കുനൂത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, അതിന്റെ വിശ്വാസം നമുക്ക് വേണം.
അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഒച്ചപ്പാടുകൾ അതിന്റെ പിന്നിൽ നാം പോയി പോകരുത്, അതിൽ നാം കുടുങ്ങിപ്പോകരുത്. ഇവിടത്തെ എല്ലാ വിദഈ കക്ഷികളും ആ വിദഈ കക്ഷികൾക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന ഈ കക്ഷികൾ അവരിവിടെ നടത്തുന്ന ഏതൊക്കെ പ്രവർത്തനമുണ്ടോ ആ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് പൊരുത്തമുള്ള ഒരു സംഗതിയും അവർ ചെയ്തിട്ടില്ല, ചെയ്യുന്നുമില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. നമുക്കറിയില്ലേ, ഓരോ ഗ്രാമങ്ങളിലും ഓരോ നാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ജീർണതകൾ, എന്തെല്ലാം അനാശാസ പ്രവർത്തനങ്ങൾ, അക്രമങ്ങൾ, അനീതികൾ. ഞങ്ങളുടെ കയ്യിലാണ് മഹല്ലുകളൊക്കെ എന്ന് അവർ തന്നെ അവകാശപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആ മഹല്ലിന്റെ ആധികാരിക പീഠമായ ആ മിമ്പറിന്റെ അരികിൽ വെച്ച് ജുമുഅ നിസ്കാരം കഴിഞ്ഞ ശേഷം നാട്ടിലെ കാരണവന്മാർക്കോ അല്ലെങ്കിൽ ആ നാട്ടിലെ ഖത്തീബ് എന്ന് പറയുന്ന അയാൾക്കോ, പോകട്ടെ ഖാലി എന്ന് പറയുന്ന ഖാലിക്കോ ഇങ്ങനത്തെ വല്ല കാര്യവും പറയാനുണ്ടോ? അത് പറയാനില്ല. പിന്നെന്താ പറയാനുള്ളത്? വന്യരായ ഉസ്താദിനെ ചീത്ത പറയണം. ചീത്ത പറയാത്തവൻ നമ്മുടെ മദ്രസയിൽ പറ്റില്ല, നമ്മുടെ പള്ളിയിൽ പറ്റില്ല. പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റണമെങ്കിൽ, മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റണമെങ്കിൽ അയാൾക്കുണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ ബഹുമാനപ്പെട്ട ഉസ്താദിനെ നന്നായി ചീത്ത പറയണം. ഇതല്ലേ ഇവർ പഠിപ്പിക്കുന്നത്? നേരത്തെ ഉസ്താദ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചിരി വന്നു. എന്ത്? ഇവരൊരു നേതൃത്വമുണ്ടല്ലോ, ആ നേതൃത്വം ഇതാ മക്കളെ, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്, നിരപരാധികളായ ആളുകളെ ആക്രമിക്കരുത്, കൊല ചെയ്യരുത് എന്ന് ആ നേതൃത്വം എന്ന് പറഞ്ഞില്ലല്ലോ. അവർക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്ന് പറയുമ്പോ ചിരി വരാൻ കാരണം ഈ നേതൃത്വമാണ് ഇവരങ്ങോട്ട് എത്തിച്ചത്. പിന്നെ എങ്ങനെയാ അവരിത് പറയാ? ഈ നേതൃത്വമാണ് ഇവർക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതില്ലെങ്കിൽ നിർത്തൂല. എന്റെ ദർസിൽ പണ്ടൊരു കുട്ടി ഇടക്കാലത്ത് വന്നു. അവിടെ ഇഫ്ദിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊരു സ്ഥാപനത്തിൽ കുട്ടിനെ ഒഴിവാക്കി. എന്തേ കാരണം? കുട്ടിന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല. കുട്ടിയുടെ ഉപ്പ ബഹുമാനപ്പെട്ട ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന ന്യൂസ് അവിടെ കിട്ടിയപ്പോ ആ ഉപ്പാന്റെ മോനെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റൂല, പിരിച്ചുവിട്ടു. അതുകൊണ്ട് ആ കുട്ടി സലാമത്തായി കിട്ടി. കുട്ടി ഇത് പൂർത്തിയാക്കിയ വർക്ക് നിന്ന് ശേഷം എന്റെ ദർശയിൽ നിന്ന് 8-9 കൊല്ലം ഓതി അവൻ സഖാഫിയായി. അൽഹംദുലില്ലാ, അവൻ വളരെ ഹൈറുമാണ്. അപ്പൊ ആ പുറത്തായി കിട്ടിയത് വലിയ ഹൈറായി. ഞാൻ പറയുന്നത്, ദീനാണോ ഇവർ ചെയ്യുന്നതൊക്കെ? അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഫസാദുകൾ ഇവിടെ ഇന്നും നടന്നുകൊണ്ടിരിക്കും. നാം അതിലേക്ക് ചെവിയൊടുക്കണ്ട, അതിന് നാം മറുപടി പറയേണ്ട ആവശ്യവുമില്ല. നമ്മുടെ ഈ സമ്മേളനം തന്നെ അതിനുള്ള മറുപടിയുമല്ല. നാം നേരത്തെ നിശ്ചയിച്ച ഒരു സമ്മേളനമാണ്. പിന്നെ അതിൽ കൂടെ സന്ദർഭോചിതമായി നമ്മൾ പറയേണ്ട വിഷയങ്ങൾ പറയേണ്ടി വന്നു. അതിവിടെ ബഹുമാനപ്പെട്ട പേരോട് തന്നെ നമ്മൾ സംസാരിക്കും. ഷേറെ മുബാറക്കിനെ സംബന്ധിച്ചിടത്തോളം എന്റെ മേലിലും വെച്ച് കിട്ടിയത് ഉസ്താദ് നേരത്തെ പറഞ്ഞില്ലേ, ഞാനതിന്റെ എതിരാളിയാണ്, ഞാനതിൽ വിശ്വസിക്കാത്ത ആളാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ കേട്ടാ മോള്? അപ്പൊ എന്താ ഇതിന്റെ ആവശ്യം? നോക്ക് നിങ്ങൾ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കുറിച്ച് പറഞ്ഞ പോലെ മുഅ്തസിലത്ത് പറയുന്നു, ഇമാം ബുഖാരി ഞങ്ങളെ ആളാണ്, പരിശുദ്ധ ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയുന്ന ആളാണ്. ബുഖാരി ഇമാം പറഞ്ഞു, ഞാൻ ഇതിന്റെ ആളല്ല. അല്ല, നിങ്ങളതിന്റെ ആളിന്നെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മറുപടിയായി കിതാബ് തന്നെ എഴുതി. ചെബ്ബർക്ക് കിതാബ് എഴുതിയിട്ട് അവർക്ക് തിരിയില്ല, പിന്നെ അവൻ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അതുപോലെയുള്ള ഈ ഫസാദിന് പിന്നിലൊന്നും പോകാതെ സുന്നത്ത് ജമാഅത്ത് അതിന്റെ നേതൃത്വം പറയുന്നത് അത് അപ്പടി സ്വീകരിച്ച് അതിലാണ് നമ്മുടെ എല്ലാം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെയും പോയിട്ടില്ല, മറ്റൊടത്തും പോയില്ല, പോകേണ്ട ആവശ്യം എനിക്കില്ല. നമ്മുടെ ഒരു നേതൃത്വമുണ്ട്. ആ നേതൃത്വക്കാൾ അപ്പുറമുള്ളവരെല്ലാം നിങ്ങൾ പറഞ്ഞ വരുന്നു. അതുകൊണ്ട് ആ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ വിശ്വസിച്ചു.
ആമന്നാ സല്ലംന. ഞാൻ പറഞ്ഞ വാക്കെന്നതാ. മുസാവറയെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടുന്ന നേതൃത്വമാണ്. ആ നേതൃത്വം പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കും. നേതൃത്വത്തെ കള്ളമാക്കുന്ന പതിവ് നിങ്ങൾക്കാ ഉള്ളത്, ഞങ്ങൾക്ക് ആ പതിവില്ല. ഞങ്ങളുടെ നേതൃത്വം അത്രയും വലിയ നേതൃത്വമാണ്, ഉന്നതമായ നേതൃത്വമാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അല്ലാഹു അവിടത്തേക്ക് ദുആയും ആഫിയത്തും കൊടുക്കട്ടെ. ഞങ്ങൾ അവിടെയൊക്കെ വെച്ച് എല്ലാ സ്ഥലങ്ങളിലും വെച്ച് മഹാനായ താജുൽ ഉലമാ അടക്കം, ബഹുമാനപ്പെട്ട ഉസ്താദ് അടക്കം, ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളടക്കം ഉള്ള സാദാത്യങ്ങൾ ഉസ്താദുമാർക്കും ഒക്കെയും ഞങ്ങൾ അവിടെ പോയ എല്ലാ മഖാമുകളിലും വെച്ച് ദുആ ചെയ്തിട്ടുണ്ടോ. അർഹമുർ-റഹീമായ തമ്പുരാൻ അത് കബൂൽ ചെയ്യട്ടെ. നിങ്ങളൊക്കെ ദുആയിരക്കണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹ്റ മുബാറക്കിനെ സംബന്ധിച്ചും അവിടുത്തെ ആസാറുകളെ സംബന്ധിച്ചും ഒക്കെ ഇങ്ങനെ പലതും പറഞ്ഞ് അതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ മനസ്സാഞ്ചല്യം വന്നുപോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ഈമാൻ തകരാറാക്കുന്ന ഒന്നിലേക്കും നാം ഒന്നും പോകരുത് എന്ന് ഒറ്റവാക്കിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നിങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന നിശ്ചയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.